ബോർഡിംഗ് പാസ് എല്ലാം സെൽഫായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ സ്കാൻ ചെയ്ത് നമ്മളെ ബോർഡിംഗ് പാസ് എടുക്കണം. സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇതേപോലത്തെ ഇതിനിടുന്ന ടാഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെയെല്ലാം നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. കാരണം എയർ ഏഷ്യൻ്റെ ഒരുപാട് ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ വരുന്നുണ്ട് അല്ലേ, ബാഗേജിൻ്റെ. സോ അതുകൊണ്ട് സെൽഫ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് നോക്കുന്ന. മറ്റേ ഫുഡ് കഴിക്കാൻ ടൈമില്ല, നമ്മളോട് ലേശം ഉറങ്ങിപ്പോയി. സോ കുറച്ച് കേക്ക്സ്, സ്നാക്സ് അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ ഒരു വെറൈറ്റി എന്തെങ്കിലും കേക്ക്സ് അങ്ങനെ നോക്കാം. തന്നോ ഇവിടെ സാധനം വാങ്ങിയാൽ കവർ തരില്ല, നമ്മൾ കവർ കൊണ്ടുപോകണം. സോ നമ്മളിപ്പോൾ മാക്സിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കവറില്ലാണ്ട് സാധനം വാങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഇത് നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള മോർണിംഗ് വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ബാത്ത് കേവ് ആണ്. ബാത്ത് കേവ്, ജെൻറ്റിങ് ഹൈലൻഡ്, അങ്ങനെ ഫ്രഞ്ച് വില്ലേജ്, 3 സ്ഥലം ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബാത്ത് കേവിലേക്കാണ് പോകുന്നത്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ഈ സ്റ്റെയർ മൊത്തം കാരി പോകണം. ഏകദേശം 277 അത്ര സ്റ്റെയർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കാരി കഴിയുമ്പോഴത്തെ ഏകദേശം തീരുമാനമാവും. ഞങ്ങൾ സ്റ്റെയർ കയറാൻ പോവുകയാണ്. ഫൈനലി ഇത് മൊത്തം കയറി കഴിഞ്ഞ് കാലില്ല. യെസ്, നല്ലൊരു എക്സ്പീരിയൻസാ, പക്ഷേ നല്ലൊരു പെയിനുമാ. പക്ഷേ വന്നാൽ മസ്റ്റായിട്ട് കയറുന്നതായിരിക്കും നല്ലത്. കയറി കഴിയുമ്പോഴത്തേക്ക് തളർന്നു പോകും. നല്ലൊരു വ്യൂ, ഒരു കയറാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ദിവസം വെയിൽ നല്ല കുറവേനു, അതുകൊണ്ടാണ് നമ്മൾ കയറാൻ നിന്നത്. അല്ല നേരെ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നിന്നതേനു. അയ്യോ റബ്ബേ. സോ നമ്മളിപ്പോൾ ഉള്ളത് ഫ്രഞ്ച് വില്ലേജിലാണ്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 14 റിങ്കറ്റാണ്. യെസ്, 14 വരുന്നത്. നാട്ടിലത്തെ എമൗണ്ട് എല്ലാം ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് അടിയിൽ കൊടുക്കുക, ഇത്രയാണ് നാട്ടിലെ എമൗണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു വെയിലത്ത് കുത്തിറിഞ്ഞിട്ട് സ്റ്റാർബക്സ് കുടിക്കുന്ന 2 മലയാളികൾ. നല്ല എസ്തെറ്റിക് ഫോട്ടോസിൽ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലമുണ്ട്. എന്നാലും ഇതൊരു ഫ്രഞ്ച് വില്ലേജ് ആയതുകൊണ്ട് അത്യാവശ്യം എക്സ്പെൻസീവാണ് ഫുഡിനെല്ലാം. സോ ഫുഡെല്ലാം നമുക്ക് പോകുന്ന പോക്കിൽ കഴിക്കുന്നതായിരിക്കും. ഇനി നമ്മളെ ഡെസ്റ്റിനേഷൻ വരുന്നത് എന്തിനാ, ജെൻറ്റിങ് ഹൈലൻഡ്. യെസ്, അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഡ്രൈവർ എടുക്കുമ്പോൾ നമ്മളെ കൂട്ടാണ്ട് പോയിട്ടോ, നമ്മളോട്ട് വേഗം ഇറങ്ങി പുറത്തേക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോരോ സ്ഥലം കാണുമ്പോൾ വിചാരിക്കും നാടനും കൂടി ഫോട്ടോ എടുത്തിട്ട് പോകാൻ. അങ്ങനെ ഫോട്ടോ എടുത്തെല്ലാം കൂടി ഫോണിപ്പോൾ ഫുള്ളാവും. ഈസ് ഗോയിങ്. ഞങ്ങളുടെ വണ്ടി വന്നു. സോ അങ്ങനെ ഫ്രഞ്ച് വില്ലേജ് നമ്മൾ ഇറങ്ങി നേരെ മാക്ഡൊണാൾഡ്സിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സോ കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡർ ആക്കിയത് പറ്റും. പിന്നെ നമ്മൾ ഇവിടെ കൂടുതലും കാർഡായി യൂസ് ചെയ്തത്. സോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്ത കാർഡാണ്. ഇതേപോലത്തെ ഒരു കാർഡ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഇവിടെ ഫുഡ് വാങ്ങിക്കുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഇതിങ്ങനെ വൈഫൈ കാർഡാണ്, അതുകൊണ്ട് തന്നെ ഇത് കളയാണ്ട് ശ്രദ്ധിക്കണം. നോക്കുക, കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. മേ ബി കളഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്താൽ മതി. നമ്മളെ സ്കാനർ ഉണ്ട് ഫോണിലുള്ള. ജസ്റ്റ് ഈ ഒരു സ്കാനർ ഇവിടെ സ്കാൻ ചെയ്താൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. താങ്ക് യു. പക്ഷെ ക്യൂ പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട്, അധികം ടൈം എടുക്കേണ്ടി വരുന്നില്ല. വേഗം നമുക്ക് കയറി പോവാം.
നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിന് തന്നെ ഈ ഒരു ടെമ്പിളിൽ ഇറങ്ങാൻ നോക്കുക. കാരണം റിട്ടേൺ വരുന്ന ടൈമിന് നമ്മൾ കുറച്ചും കൂടിയും ടയേർഡായിരിക്കും. അപ്പം അങ്ങോട്ട് പോകുമായിരിക്കും ഇത് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു തണുപ്പ്, അത്യാവശ്യം ഫോഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ നമ്മൾ ഈവനിങ് ആണ് ഇവിടെ വന്നത്. സോ മസ്റ്റായിട്ട് ഈ ഒരു കേബിൾ കാർ വിസിറ്റ് ആക്കുക. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് വേണേൽ ഫോട്ടോ എടുക്കാം. 60 റിംഗറ്റ് ആണ് വരുന്നത്. ബൈ. ടെമ്പിളിൽ നിന്നിറങ്ങി നേരെ പിന്നെ കയറുന്ന ഈ ഒരു മോളിലേക്കാണ്. ഈ മോളിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പർച്ചേസ് ആക്കാൻ പറ്റും. ഭയങ്കര എമൗണ്ട് ഒന്നുമില്ല, എന്നാലും ഒന്ന് നോക്കി സെറ്റാക്കി പോകുന്നതാണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം വലിയ മോളാണ്, അപ്പം കുറേ സാധനങ്ങൾ വാങ്ങാനും ഈ മോള് മൊത്തത്തിൽ കാണാൻ തന്നെ നല്ല ടൈം എടുക്കും. നമ്മളിവിടെ നിന്നെല്ലാം ഇറങ്ങി റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ രാത്രിയാക്കി. നമ്മൾ ഉച്ചയ്ക്ക് അവിടുത്തെ ഒരു മലായി ഫുഡാണ് ട്രൈ ചെയ്തത്. ഓരോരോ റൈസും കുറച്ച് കറി അങ്ങനത്തെ ഐറ്റംസ് അത് ട്രൈ ചെയ്ത് നമ്മൾ നേരെ പിന്നെ റൂമിലേക്കാണ് പോകുന്നത്. രാത്രിയത്തുള്ള ഫുഡും നമ്മൾ കഴിച്ചിട്ടുള്ളത് മലയാള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ മലേഷ്യയിൽ വന്നിട്ട് ഇന്നത്തേക്ക് നമ്മളെ ഡേ 3 ആണ്. നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് നേരെ ജിമ്മിലേക്കാണ് പോയത്. നമ്മളെടുത്ത റൂമിൻ്റെ കൂടെ നമുക്ക് ജിമ്മ്, അതേപോലെ തന്നെ ഇവിടെയുള്ള ആക്സസറീസ് എല്ലാം പൂള് കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ജിമ്മിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് നേരെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡേ ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വർക്കൗട്ടും ജിമ്മും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന റൂമിലേക്കാണ്. സോ നമ്മളെ റൂമിൻ്റെ ഫ്ലോറ് വരുന്നത് 18 ആണ്. അങ്ങനെ ജിമ്മെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഇതാണ്. ആപ്പിൾ ജ്യൂസും കുറച്ച് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മൾ മലേഷ്യയിൽ വന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു KL സിറ്റി ടൂറാണ്. ഇവിടെ മ്യൂസിയം, കുറച്ച് പാലസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ KL ടവർ, നൈറ്റ് വ്യൂ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നും ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്പെക്സ് ഇല്ലാണ്ട് ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. നല്ല വെയിലാണ്. ഈ KL ടവറിലെല്ലാം വരുമ്പോൾ മസ്റ്റായിട്ട് സ്പെക്സ് എടുക്കുക. കാരണം വെയിലടിച്ചിട്ട് ഒരു കുന്തം കാണുന്നില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും വീഡിയോയിൽ സ്ക്രീനിലല്ല ഞാൻ കാണുന്നില്ല. കാരണം നല്ല വെയിലാണ്. അങ്ങനെ കിങ്സ് പാലസിൽ നിന്ന് നേരെ നമ്മൾ വന്നത് നാഷണൽ മോസ്കിലേക്കാണ്. നമ്മൾ ലഹോർ നിസ്കാരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നിന്നാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ലേഡീസിൻ്റെ പ്രയർ റൂം വരുന്നത്. അങ്ങനെ നമ്മളെ നിസ്കാരവും കുറച്ച് ഫോട്ടോ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്.
അങ്ങനെ ട്വിൻ ടവറിൽ നിന്ന് നല്ല കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഡേ പോയ സ്ട്രീറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം അന്ന് നമ്മൾ വന്നന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഏത് ഫുഡാണ് കഴിക്കേണ്ടത്. കുറേ ഫുഡ് ഹലാൽ, കുറേ ഫുഡ് ഹറാം, അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏതാ കഴിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളെ ഡ്രൈവർ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് ഫുഡ് കഴിച്ചോ, ഇന്ന് ട്രൈ ആക്കിയും. അപ്പോൾ നമ്മൾ നേരെ ആ സ്ട്രീറ്റിലേക്ക് ഒന്നും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നാ. ഇങ്ങോട്ടൊക്കെ ലോയ്ക്ക് സ്റ്റിക്കി മാംഗോ റൈസ് കഴിക്കട്ടെ. തേങ്ങാപ്പാലും മാങ്ങയും പിന്നെ നമ്മുടെ നാട്ടില് ഒരു വേവിച്ച അരി ചോറ്, പിന്നെ തേങ്ങാപ്പാല്, നല്ല ടേസ്റ്റുള്ള മാംഗോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം. സോ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. നമ്മളെ ചാവി കാര്യങ്ങളെല്ലാം ലോക്കറിൽ വെച്ച്, ഇവിടെ എങ്ങനെ സിസ്റ്റം, ഇവിടെ നമ്മളെ ചാവി വാങ്ങാൻ നാളൊന്നും ഉണ്ടാവില്ല. സോ ലോക്കറിൽ വെക്കുക, നമുക്ക് ഒരു ലോക്കർ ഉണ്ടാവും, ആ ലോക്കറിൽ വെക്കുക, നമ്മൾ പോവാം. സോ അഫ്ന ലോക്കറിൽ സാധനം സെറ്റ് ചെയ്യുന്ന. അപ്പം നമ്മളെ മലേഷ്യൻ്റെ ഇന്നത്തെ 4 days ഇവിടെ കഴിയും. കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫ്ലൈറ്റ്. സോ നേരെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഈ ഒരു മോളിലേക്കാണ്. ഈ ഒരു മോളിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോളാണ്. നല്ല കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും, കുറച്ച് ചീപ്പ് റേറ്റിൽ. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ ഈ ഒരു മാളിൽ അത് കുറച്ച് കുറവായിരിക്കും റേറ്റ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. ഇത് മലേഷ്യന്ന് ചായക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്ര ക്വാണ്ടിറ്റിയുള്ള ചായ തരും. നമ്മളൊരു പിഞ്ഞാണത്തിന് അത്ര, എനിക്ക് തോന്നുന്നൊരു 3 ഗ്ലാസ് അത്ര ചായ ഉണ്ടല്ലേ. ചായക്കും ഏകദേശം ഇവിടുത്തെ 5 റിങ്കറ്റ്, നാട്ടിലത്തെ ഒരു 150 അടുത്ത് 125, കറക്റ്റാണ് 125 റുപ്യ ഒരു ഗ്ലാസ് ചായൻ്റെ പൈസയാണ്. ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച്, മന്തി, മധൂദ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് നമ്മളിന്ന് കഴിക്കുന്നത്. അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിലാണ് നമ്മളെ ചിക്കൻ പൊതിഞ്ഞു കൊണ്ടുവരുന്നത്. ചിക്കൻ ഇതൊക്കെ ടപ്പി ഉറക്കി നമ്മൾ നാട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്, ലൈസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നത്. ഇവിടുന്ന് ഏതെടുത്താലും 2.60 റിങ്കറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇവൻ ഏത് പ്രൊഡക്റ്റിനും എല്ലാത്തിനും 2.60 വരുന്നത്. കാരണം വലിയ ബോട്ടിലെടുത്താലും ചെറിയ ബോട്ടിലെടുത്താലും എല്ലാത്തിനും 2.60. സോ നാട്ടിലേക്കെല്ലാം പോകുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് സാധനം എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം കുറേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, വീട്ടിലേക്കുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ ഉണ്ട്. 2nd ഫ്ലോർ ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഐറ്റംസാണ് വരുന്നത്. നല്ല നല്ല പൂക്കി ഐറ്റംസ്, പിന്നെ വീട്ടു സാധനങ്ങളും കുറേ ഉണ്ട്. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് നിറച്ചും എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത്. ഇനി ഇത് എത്രയാവും ടോട്ടൽ ബില്ല് നോക്കാം. സോ ബൈ ഗൈസ്, നമ്മളെ ലഗേജ് വളരെ കുറച്ച് ലഗേജ് ഇങ്ങോട്ട് 2 പെട്ടി കൊണ്ടുവന്ന്, ഇത് ഫുൾ അങ്ങോട്ടേക്കുള്ള ലഗേജ്. ഇവിടെ നമ്മളെ ബോർഡിംഗ് പാസും അതേപോലെ തന്നെ ടാഗും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എത്ര ലഗേജ് ഉണ്ട് അത്രയും ടാഗും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ വരെ എയർപോർട്ടിലേക്ക് നമ്മൾ നല്ല നേരത്തെ എത്തിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുത്തത്. അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കുറേ നടന്നു പോകാനുണ്ട്. ഫ്ലൈറ്റിൻ്റെ അടുക്ക് എയർ ഏഷ്യൻ്റെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗേറ്റ് ഇങ്ങനെ ചേഞ്ചിങ് ഉണ്ടാവും. അപ്പം അതും നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറിയത്. ഫ്ലൈറ്റിൽ ഇപ്പം എബോളേൻ്റെ വിഷയമുള്ളതുകൊണ്ട് ഒരു ഫോം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ ടൈമിൽ എയർപോർട്ടിൽ കൊടുക്കണം. അപ്പം നമ്മൾ 4 days and 3 nights മലേഷ്യൻ ട്രിപ്പ് ഇവിടെ കഴിയുന്ന. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ് ഇറങ്ങുന്നത്. കൊച്ചിയിൽ സ്റ്റേ ആക്കിയിട്ട് പിറ്റേന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം എല്ലാവരും നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ ആൾക്കാരെല്ലാം പറയുന്നതിൻ്റെ തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ഗായ്സ്.